ഈ അക്യുപങ്ക്ചർ എന്നുള്ളത് ഞാനൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ പത്രങ്ങളിലും വാരികകളിലും ഒക്കെ പരസ്യം വരുന്നത് കണ്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് അക്യുപങ്ക്ചർ ചികിത്സ പഠിക്കാം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചികിത്സാ രീതി ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് വേദന സംഹാരി എന്ന നിലയ്ക്കാണ്. അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ വേദന നമുക്ക് മാറ്റാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുക. പക്ഷേ ഇത് ക്യാൻസറിനെ ചികിത്സിക്കും, ഹൃദ്രോഗത്തെ ചികിത്സിക്കും, ലിവർ സിറോസിസിനെ ചികിത്സിക്കും എന്ന തരത്തിൽ, അല്ലെങ്കിൽ പ്രസവം എടുക്കാൻ ഇത് ഏറ്റവും മികച്ച ഒരു ചികിത്സാ രീതി അല്ല ഒരു മാർഗമാണ് എന്ന മട്ടിലൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ്. അത് ഈ കാലത്താണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതായത് അന്ന് ഇത്രത്തോളം ഈ ശാസ്ത്രീയമായി ചികിത്സാ രീതികളെക്കുറിച്ചൊന്നും അവബോധമില്ലാത്ത കാലത്ത് പോലും, ശാസ്ത്രീയമായ ചികിത്സാ രീതികളെക്കുറിച്ച് അവബോധമില്ലാത്ത കാലത്ത് പോലും ഇതൊരു വേദന സംഹാരി എന്ന നിലയിൽ പ്രവർത്തിക്കുമെന്നാണ് ഇവർ പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ പാരമ്പര്യ ചികിത്സയായി തന്നെ ഞങ്ങൾ ഇത് നടപ്പാക്കുകയാണ്. ഇത് അക്യുപങ്ക്ചർ രീതി ഈ രോഗങ്ങൾക്കെല്ലാം, ക്യാൻസറിനടക്കം ചികിത്സിക്കാൻ കഴിയുന്ന രോഗമാണ് എന്ന ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും സനീഷ് നേരത്തെ സൂചിപ്പിച്ച ഈ ആളുകൾ പറയാൻ മടിക്കുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് വിശ്വാസ സംബന്ധിയായ ചില ഘടകങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് പ്രധാനമായും ഇതൊരു ഹലാൽ ചികിത്സാ രീതിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നു പലരും. അതിനൊരു കാരണം, ഇതിപ്പോൾ ഇന്തോനേഷ്യയിലായാലും സൗദി അറേബ്യയിലായാലും മലേഷ്യയിലായാലും ഇതുപോലെ മുസ്ലിം ഭൂരിപക്ഷ പല രാജ്യങ്ങളും ഇതൊരു ഔദ്യോഗിക ചികിത്സാ സംവിധാനമായി തന്നെ, അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ പരിഗണിക്കുന്ന സംഗതിയായി കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറയെക്കുറിച്ചൊക്കെയുള്ള പല സംശയങ്ങളുണ്ട്. ഈ